ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ നടപടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വികസന പദ്ധതികൾക്കപ്പുറം രാഷ്ട്രീയ പകപോക്കലുകൾ ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഈ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമായി. ഭരണഘടനാപരമായ മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയ ചെന്നിത്തല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതായിരുന്നുവെന്ന് തുറന്നടിച്ചു. എങ്കിലും സർക്കാരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ശുദ്ധ തിരഞ്ഞെടുപ്പ് നാടകമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. നേരത്തെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി കാട്ടിയ അതീവ താൽപര്യം ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ആമാടപ്പെട്ടിയും ആറന്മുള കണ്ണാടിയും നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉദ്ഘാടനം ബഹിഷ്കരിക്കുന്നതിന് പകരം ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്ത ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു വേണ്ടതെന്ന് ചെന്നിത്തല ഉപദേശിച്ചു. തലപ്പാടി, ചെങ്കള, വെങ്ങള, രാമനാട്ടുകര തുടങ്ങിയ ഭാഗങ്ങളിലെ 6 വരി പാത ഉദ്ഘാടനമാണ് വിവാദത്തിൽപ്പെട്ടത്. NHAIയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നോഡൽ ഏജൻസി മന്ത്രി ഒഴിവാക്കിയത് വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉദ്ഘാടന ചടങ്ങിനായി തയ്യാറാക്കിയ ക്ഷണപ്പട്ടികയിൽ കേന്ദ്രമന്ത്രിമാരുടെ നീണ്ട നിരയും സംസ്ഥാനത്തെ മറ്റ് ചില മന്ത്രിമാരുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ PWD മന്ത്രിയുടെ പേര് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് സംശയം ബലപ്പെടുന്നു. മുൻ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പട്ടികയിൽ ഇടം പിടിച്ചത് വലിയ ചർച്ചയായി. എന്നാൽ ഇതിന് സമാന്തരമായി നിൽക്കേണ്ട PWD മന്ത്രിയുടെ പേര് തഴയപ്പെട്ടത് ഭരണകൂട സംവിധാനങ്ങൾ തമ്മിലുള്ള ഉരസലായി മാറുകയാണ്. കേരളത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച പൊതുമരാമത്ത് വകുപ്പിന് ഈ നടപടിയിലൂടെ അവഗണിക്കുകയാണ് ഉണ്ടായതെന്ന ആരോപണം CPM കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ യഥാർത്ഥ വികസന നേട്ടങ്ങൾ മുങ്ങിപ്പോവുകയാണെന്ന ആശങ്ക പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന ഈ തർക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പാലങ്ങളും പാതകളും നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഉദ്ഘാടന വേദിയിലും പുലർത്തേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഉയരുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച പാതയുടെ ഉദ്ഘാടനത്തിൽ ആരാണ് സംസാരിക്കേണ്ടത് എന്നതിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകുന്നത് വികസന സംസ്കാരത്തിന് ഭൂഷണമല്ല. ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കേന്ദ്ര ഏജൻസികളോ ബന്ധപ്പെട്ടവരോ തയ്യാറായിട്ടില്ല എന്നത് ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന കോൺഗ്രസിനുള്ളിലെയും UDFിലെയും വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരിനെയും കടന്നാക്രമിക്കുമ്പോഴും പൊതുമരാമത്ത് മന്ത്രിയോടുള്ള അനീതിയിൽ പ്രതികരിക്കാൻ അദ്ദേഹം മടിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ അജണ്ടകൾക്ക് അതീതമായി വികസന പദ്ധതികളെ കാണാൻ ഭരണാധികാരികൾ തയ്യാറാകണം എന്നാണ് ഈ സംഭവം നൽകുന്ന വലിയ പാഠം. ഇനിയെങ്കിലും ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കി വികസന കാര്യങ്ങളിൽ യോജിപ്പ് കണ്ടെത്താൻ ഇരുപക്ഷവും ശ്രമിക്കുമോ എന്നത് കണ്ടറിയണം. സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തടസ്സങ്ങളില്ലാത്ത റോഡ് യാത്രയാണ്, അല്ലാതെ വേദിയിലെ തർക്കങ്ങളല്ല. ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.